ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 25. ക്രിസ്മസ് ദിനം മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 1927 ഇതേ ദിവസമാണ് ചാതുർവർണ്ണത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ മനുസ്മൃതി കത്തിക്കുന്നത്. എന്നാൽ ആ സംഭവത്തിന് ശേഷം ഒരു നൂറ്റാണ്ടായപ്പോൾ അംബേദ്കർ രൂപം കൊടുത്ത ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനമാണ് ലോകസഭയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അംബേദ്കർക്കെതിരെ നടത്തിയ അധിക്ഷേപ പ്രസ്താവന. ഈ സാഹചര്യത്തിൽ സമകാലിക അവസ്ഥയിൽ അംബേദ്കറുടെ പ്രസക്തിയെക്കുറിച്ചും മനുസ്മൃതി ദഹനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് നാഷണൽ കോൺക്ലേവ് ഓഫ് ദളിത് ആൻഡ് ആദിവാസി ഓർഗനൈസേഷൻസ് ജനറൽ കൺവീനർ K. അംബുജാക്ഷൻ സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 25. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം എന്ന നിലയ്ക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ലോകം ഈ ദിവസത്തെ ക്രിസ്തുമസ് എന്ന നിലയിൽ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെടുമ്പോൾ മറ്റൊരു വലിയ ചരിത്രപരമായ സവിശേഷത ഈ ദിവസത്തിനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ദിവസമാണ് 1927 ഡിസംബർ 25 മഹാനായ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ പരസ്യമായി ബോംബെയിൽ വെച്ച് മനുസ്മൃതി കത്തിച്ചത്. ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ ഗ്രന്ഥമാണ് മനുസ്മൃതി എന്ന് നമുക്കറിയാം. അത് ഏകദേശം നൂറ്റാണ്ടുകളോളം ഇന്ത്യയെ നിയന്ത്രിച്ച വർണ്ണ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണിക്കൽ ഭരണ സംവിധാനത്തിൻ്റെ നിയമഗ്രന്ഥവും ഒപ്പം ഇന്ത്യയിലെ ബ്രാഹ്മണ സർവാധിപത്യത്തിൻ്റെ സമഗ്രമായ ദാർശനിക ഗ്രന്ഥവും കൂടിയായിരുന്നു. ഈ ടെക്സ്റ്റാണ് പരസ്യമായി ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഡോക്ടർ അംബേദ്കർ പരസ്യമായി ചുട്ടുകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി എന്ന ഈ ബ്രാഹ്മണിക്കൽ നിയമഗ്രന്ഥം അങ്ങനെ അഗ്നിക്ക് ഇരയാക്കിയത് എന്ന ചോദ്യം സമകാലീന ഇന്ത്യയിൽ വളരെ പ്രസക്തമായ ഒന്നാണ്. ഇന്ന് ഇന്ത്യയിൽ ഡോക്ടർ അംബേദ്കർ വീണ്ടും വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികം പ്രമാണിച്ച് നമ്മുടെ പാർലമെൻറ്റിൽ ഭരണഘടനാപരമായ ചർച്ചകൾ നടക്കുമ്പോൾ, ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പാർലമെൻറ്റ് അംഗങ്ങളും ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവനകളെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ പറഞ്ഞ അഭിപ്രായങ്ങളോട് വളരെ പ്രകോപനപരമായി പ്രതികരിച്ചുകൊണ്ടാണ് ആക്ഷേപകരമായി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കുന്നത്. അതിന്ന് വലിയ വിവാദമാണ്. അംബേദ്കർ 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 എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നതിന് പകരം നിങ്ങൾ ഭഗവാനെ വിളിച്ചാൽ 7 വട്ടം നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. മറ്റൊന്ന് അമിത്ഷാ പറഞ്ഞത് അംബേദ്കർ 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 എന്നൊക്കെ പറയുന്നത് ഇന്നൊരു ഫാഷനാണ് എന്നാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് ആ ഭരണഘടനയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പാർലമെൻറ്റിലെ ചർച്ചയിൽ സ്വാഭാവികമായും രാജ്യസ്നേഹികളായ ചരിത്രമറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ അഭിപ്രായം പറയുമ്പോൾ അംബേദ്കറെ പരാമർശിക്കുക, ആദരസൂചകമായി അദ്ദേഹത്തെ വാഴ്ത്തുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ അംബേദ്കറെ സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങളിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അംബേദ്കറെ കുറിച്ച് പറയുന്നത് ഒരു ഫാഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടും
അങ്ങനെ പറയുന്നത് ഒട്ടും പ്രയോജനകരമായ കാര്യമല്ല. ദൈവത്തെ വിളിച്ചാൽ സ്വർഗത്തിൽ പോകാം, അംബേദ്കറെ വിളിച്ചാലോ? അപ്പം അത് ഒട്ടും ഒരു പാഴായ ഒന്നാണ് അംബേദ്കറെ കുറിച്ച് പറയുക എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ധ്വനിക്കുന്ന രീതിയിൽ അമിത്ഷാ ഡോക്ടർ അംബേദ്കർ ആക്ഷേപിക്കുന്നത്. ഇന്ന് ഈ രാജ്യത്തെ രാജ്യസ്നേഹികളായ ജനങ്ങൾ ഒന്നടങ്കം അമിത്ഷായുടെ ഈ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തെരുവോരങ്ങളിൽ വലിയ നിലയ്ക്കുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയും അതേപോലെ ആ പാർട്ടിയെ ഇന്ന് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയയും മറ്റ് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഒന്നടങ്കം ഇന്ന് അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഒന്നാമതായി അമിത്ഷായുടെ ഡോക്ടർ അംബേദ്കർക്കെതിരായ ഈ പരാമർശം അത് പിൻവലിക്കണം. അമിത്ഷായുടെ പാർട്ടി BJPയും ഇത്തരത്തിൽ രാജ്യത്തെ അപമാനിച്ചതിന് ഡോക്ടർ അംബേദ്കറെ മാത്രമല്ല, ഡോക്ടർ അംബേദ്കറെ ബഹുമാനിക്കുന്ന, ഡോക്ടർ അംബേദ്കറെ പിന്തുടരുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരെ കൂടിയാണ് അമിത്ഷാ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവനയുടെ പേരിൽ അമിത്ഷാ മാപ്പ് പറയണം രാഷ്ട്രത്തോടും ജനങ്ങളോടും. ഒപ്പം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ ആക്ഷേപിച്ച ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇരിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്നും അമിത്ഷാ പടിയിറങ്ങണം, അമിത്ഷാ രാജിവെക്കണം. ഇത്തരം ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഡോക്ടർ അംബേദ്കറെ ബഹുമാനിക്കുന്ന രാജ്യസ്നേഹികളായ ഇന്ത്യയുടെ പൗരസമൂഹവും ഇന്ന് വലിയ പ്രക്ഷോഭങ്ങളിലാണ്. എന്തുകൊണ്ടാണ് അമിത്ഷാ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിച്ചത്? എന്തുകൊണ്ടാണ് ഈ ദിവസം, ബാബാ സാഹേബ് അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ഈ ദിവസം വീണ്ടും ചർച്ചയാവുന്നത്? അതിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്താണ്? സ്വാഭാവികമായും അമിത്ഷായുടെ ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട്, അവമാനവുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് വ്യക്തമാകും. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കർ, അദ്ദേഹം പൗരാണിക ഇന്ത്യയിലെ സവർണ ഭരണഘടനയായ മനു കോഡ് പരസ്യമായി കത്തിച്ച ഒരു മനുഷ്യൻ തന്നെ ആധുനിക ജനാധിപത്യ ഇന്ത്യയുടെ ശില്പിയും ഇന്ത്യൻ ഭരണഘടനയുടെ ഉപജ്ഞാതാവായി മാറി എന്ന ചരിത്രം യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. മനുവിൻ്റെ നിയമസംഹിത എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ചുട്ടുകരിച്ചത്? മനുസ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊരു നിയമഗ്രന്ഥവും ഒപ്പം ഒരു മതഗ്രന്ഥവുമാണ്. ഇന്ത്യയിലെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രാഹ്മണ സവർണ വാഴ്ചയുടെ ഏറ്റവും സുപ്രധാനമായ ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുസ്മൃതിയാണ് എന്ന് തന്നെയാണ് ഉത്തരം. കാരണം മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം വിശ്വാസപരവും ആചാരപരവും അതിനെ പിന്തുണയ്ക്കുന്ന ദൈവശാസ്ത്രപരവുമായ കാര്യങ്ങളെ ആണ് കൈകാര്യം ചെയ്തതെങ്കിൽ മനുസ്മൃതി വളരെ കൃത്യമായി ഇന്ത്യയിലെ ബ്രാഹ്മണരുടെ സർവാധിപത്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. മനുസ്മൃതിയിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ മനുസ്മൃതി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കൂ, ജന്മം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ ബ്രാഹ്മണനാണ് ഈ ലോകത്തിൻ്റെ സർവ അധികാരത്തിൻ്റെയും ഉടമ. ഇത് മനുസ്മൃതി പറയുന്നൊരു കാര്യമാണ്. ഈ ലോകത്തെ മുഴുവൻ സമ്പത്തിൻ്റെയും അധിപൻ, മുഴുവൻ അധികാരവും ബ്രാഹ്മണന് അർഹതപ്പെട്ടതാണ്. കാരണം ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ജനിച്ചവൻ എന്ന നിലയിൽ. ഇതാണ് മനുസ്മൃതി പറയുന്നത്. രണ്ടാമത് മനുസ്മൃതി വളരെ വ്യക്തമായി പറയുന്നു, ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ജനിച്ച ബ്രാഹ്മണന് അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം നാം ഇന്ത്യൻ സമൂഹം ജീവിക്കേണ്ടത്. ബ്രാഹ്മണന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന യാതൊരു വിധമായ നടപടിയും മറ്റ് ആരും ചെയ്യാൻ പാടില്ല എന്ന് മനുസ്മൃതി പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി മനുസ്മൃതി എന്ന് പറയുന്ന നിയമം, ആ ഗ്രന്ഥം ഈ രാജ്യത്തെ സമസ്ത അധികാരങ്ങളും ബ്രാഹ്മണ വർഗത്തിന് മാത്രമായി അങ്ങനെ തീർപ്പ് കൽപ്പിക്കുകയും ഇതര വർണ്ണങ്ങൾ, പ്രത്യേകിച്ചും ചാതുർവർണ്ണ്യത്തിനകത്തെ മനുസ്മൃതി അനുസരിച്ച് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ 4 വർണ്ണങ്ങളാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ച 4 വർണ്ണങ്ങൾ. ഇതിൽ 4ാം വർണ്ണക്കാരായ ശൂദ്രന് യാതൊരു വിധമായ മാനുഷിക പരിഗണനയും മനുസ്മൃതി കൊടുത്തില്ല. ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം
മനുസ്മൃതി പറയുന്ന കാര്യങ്ങളൊക്കെയും ആധുനിക ഇന്ത്യയിൽ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ദലിതർക്കും ആദിവാസികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മനുസ്മൃതി ശൂദ്രന്മാരെക്കുറിച്ച് പറഞ്ഞത്? അഥവാ ജാതിയിൽ വ്യവസ്ഥയുടെ വർണ്ണവ്യവസ്ഥയുടെ താഴ്ത്തട്ടിലുള്ള അധ്വാനിക്കുന്ന മനുഷ്യരെക്കുറിച്ച് മനുസ്മൃതി പറഞ്ഞത് എന്താണ്? ശൂദ്രൻ വേദം ഉച്ചരിക്കാൻ പാടില്ല, വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുതു കളയണം എന്നാണ് മനുസ്മൃതി കൽപ്പിക്കുന്നത്. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അത്ര വലിയ പണിഷ്മെൻ്റാണ്. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യാൻ ശ്രമിച്ചാൽ ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുകയും അവൻ്റെ നാവ് പിഴുതുകളയുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയ ശിക്ഷയാണ് മനുസ്മൃതി ശൂദ്രന്മാരെ സംബന്ധിച്ച് ഏർപ്പെടുത്തുന്നത്. നമുക്ക് വ്യക്തമാകും, നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ ശൂദ്രന്മാർക്കും അതിന് താഴെ ചാതുർവർണ്ണത്തിന് പുറത്ത് അടിച്ചമർത്തപ്പെട്ട ഇന്ത്യയിലെ ദളിത് ബഹുജൻ സമൂഹങ്ങൾക്കും വിദ്യാഭ്യാസം ചെയ്യുവാനും സ്വത്ത് സമ്പാദിക്കാനും അവർക്ക് സാമൂഹ്യം ഉയർന്നു വരാനും കഴിയാത്ത രീതിയിൽ അവരെ ഇരുട്ടിലാഴ്ത്തിയത്, അവരുടെ മേൽ അയിത്തമടിച്ചേൽപ്പിച്ചത്, അവരെ നൂറ്റാണ്ടുകളോളം അടിമകളാക്കി നിർത്തിയത് ഈ മനുസ്മൃതി എന്ന് പറയുന്ന ഈ നിയമഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബ്രാഹ്മണിക്കൽ ഭരണവ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കിരാതമായ ഒരു ക്രിമിനൽ നിയമത്തിൻ്റെ കോഡ് എന്ന നിലയിൽ ഈ മനുസ്മൃതിയെയും അതിൻ്റെ സ്വാധീനത്തെയും നിരാകരിക്കാതെ, അതിൻ്റെ അധികാരത്തെ റദ്ദ് ചെയ്യാതെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണം അസാധ്യമാണ് എന്ന കൃത്യമായ ബോധ്യത്തിലാണ് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി പരസ്യമായി കത്തിക്കുന്നത്. മാത്രമല്ല 1927 കാലഘട്ടം മഹാനായ ബാബാ സാഹേബ് BR അംബേദ്കർ ഇന്ത്യയിൽ നിന്നും പഠിച്ച് വിദേശത്ത് ഉപരിപഠനത്തിനായി അദ്ദേഹം 1916 നമുക്കറിയാം 13 അമേരിക്കയിലേക്ക് പോകുന്നു. 13 അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ നിന്നും ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്യുന്ന അംബേദ്കർ ആ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സാമൂഹ്യ ഘടനയെക്കുറിച്ച് വളരെ സാമൂഹ്യശാസ്ത്രപരമായി പഠിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് 1916 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ അംബേദ്കർ അവതരിപ്പിച്ച നരവംശാസ്ത്ര സെമിനാറിലെ പ്രബന്ധം. അതിൻ്റെ തലക്കെട്ട് കാസ്റ്റ് ഇൻ ഇന്ത്യ എന്നതായിരുന്നു. ജാതികൾ ഇന്ത്യയിൽ, ജാതി വ്യവസ്ഥ എന്താണെന്നും അതിൻ്റെ ഉദ്ഭവം എങ്ങനെയാണെന്നും അതിൻ്റെ വികാസ പരിണാമങ്ങൾ എങ്ങനെയാണെന്നും സാമൂഹ്യശാസ്ത്രപരമായി സമർത്ഥിച്ച ഏറ്റവും ആധികാരികമായ പഠനമാണ് അംബേദ്കറുടെ കാസ്റ്റ് ഇൻ ഇന്ത്യ. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സ്വയം പ്രഖ്യാപിത മേലാള വർഗമാകാൻ ആഗ്രഹിച്ച ബ്രാഹ്മണർ അവരുടെ രക്തശുദ്ധി ഇന്ത്യയിലെ ഇതര വിഭാഗങ്ങളുടെ മേൽ നിലനിർത്താനായി ഏർപ്പെടുത്തിയ ആചാരമാണ് സതി എന്ന സമ്പ്രദായം. കാരണം രക്തമിശ്രണത്തിലൂടെ ഈ ബ്രാഹ്മണൻ എന്ന ശരീരത്തിൻ്റെ പവിത്രത അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ബ്രാഹ്മണർക്ക് താഴെയുള്ള വർണ്ണങ്ങളിലേക്കുള്ള വിവാഹബന്ധത്തെ, രക്തമിശ്രണത്തെ തടയാൻ വിധവാ ദഹനം ഏർപ്പെടുത്തിയത്, സജാതീയ വിവാഹം കൊണ്ടുവന്നത് എന്ന് ഡോക്ടർ അംബേദ്കർ സമർത്ഥിക്കുന്നുണ്ട്. അപ്പം എന്താണ് ജാതി എന്ന ചോദ്യത്തിന് സാമൂഹ്യശാസ്ത്രപരമായ ഉത്തരം അംബേദ്കർ വ്യക്തമായി പറയുന്നു. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എൻഡോഗമിയാണ്. ഓരോ ജാതിയും ആ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേരാണ് എൻഡോഗമി അഥവാ സ്വജാതി വിവാഹമാണ് ജാതി എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അത് 1935 അദ്ദേഹത്തിൻ്റെ ജത്ബക് തോടക് മണ്ഡലിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഈ ജാതി വിരുദ്ധ പ്രസംഗം അംബേദ്കർ ചെയ്യുന്നത്. ആ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സാമൂഹ്യ പരിഷ്കരണം സാധ്യമല്ല, ഒരു രാഷ്ട്രീയ പരിഷ്കരണം സാധ്യമല്ല, ഒരു സാമ്പത്തിക പരിഷ്കരണം സാധ്യമല്ല. കാരണം ഇതിൻ്റെ എല്ലാം മുൻപിൽ വിലങ്ങ് തടിയായി നിൽക്കുന്നത് ജാതി എന്ന ദുർഭൂതമാണ്. അതുകൊണ്ട് ജാതിയെ നശിപ്പിക്കാതെ, ജാതി വ്യവസ്ഥയെ തകർക്കാതെ ഇന്ത്യയിലെ യാതൊരു വിധമായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കരണവും സാധ്യമല്ല എന്ന് അംബേദ്കർ പറയുന്നു. ഈ ജാതിയെ എങ്ങനെയാണ് തകർക്കാൻ കഴിയുക? ജാതി കേവലം ഒരു വിശ്വാസത്തിൻ്റെ, നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു അഭിപ്രായമോ കേവലമായ ഒരു ആശയമോ അല്ല. നേരെ മറിച്ച് ജാതിയെ താങ്ങി നിർത്തുന്ന ചില അധികാര ഘടനകളുണ്ട്. ഒരു സാമൂഹ്യ ഘടനയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസ്ഥയുടെ പിന്നിലെ അധികാരം ഏതാണോ ആ അധികാരത്തെ അവതർപ്പിക്കാതെ വ്യവസ്ഥയെ മാറ്റാൻ സാധിക്കില്ല എന്ന സാമൂഹ്യശാസ്ത്രപരവും രാഷ്ട്രമീമാംസാപരവുമായ പാഠം മുന്നിൽ വെച്ചുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത്, ജാതിയുടെ പിന്നിലെ അധികാരം ഏതാണ്. നമുക്കറിയാം, ഒരു സാമൂഹ്യ വ്യവസ്ഥ, അടിമത്തം ഒരു കാലഘട്ടത്തിൽ ഒരു വ്യവസ്ഥയായിരുന്നു. മുതലാളിത്തം ആധുനിക ലോകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു, വ്യവസ്ഥയായിരുന്നു.
അടിമത്തത്തിനും മുതലാളിത്തത്തിനും ഫ്യൂഡലിസത്തിനും മറ്റ് പലതരം സമ്പ്രദായങ്ങൾക്കും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം അത്തരം സാമൂഹ്യ ഘടനകളെ താങ്ങി നിർത്തുന്നത് ഒന്ന് ജനങ്ങളുടെ പിന്തുണയാണ്. മോറൽ അതിൻ്റെ പിന്നിലുള്ള ധാർമ്മികമായ അധികാരം, സാമൂഹ്യമായ അധികാരം. അത്തരം അധികാരത്തെ വിദ്യാഭ്യാസത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും വിപ്ലവ വിദ്യാഭ്യാസത്തിലൂടെയും മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം ചില സാമൂഹ്യ സംവിധാനങ്ങളുടെ പിന്നിൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിയമപരമാണ്, ലീഗലായിട്ടുള്ള അതോറിറ്റിയാണ്. അത്തരം നിയമപരമായ അധികാരമാണ് ഒരു വ്യവസ്ഥയുടെ പിന്നിലുണ്ടെങ്കിൽ പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെയും പരിഷ്കാരങ്ങളിലൂടെയും അത്തരം നിയമങ്ങളെ അഴിച്ചുപടുത്തുകൊണ്ട് വ്യവസ്ഥയിൽ മാറ്റം സാധ്യമാണ്. പക്ഷേ അംബേദ്കർ ചോദിക്കുകയാണ്, ഒരു സാമൂഹ്യ ഘടനയുടെ പിന്നിലുള്ള അധികാരം വിശ്വാസമാകുമ്പോൾ, അത് ആചാരമാകുമ്പോൾ, അതിന് പവിത്രത ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ മാറ്റാൻ കഴിയുക? അതുകൊണ്ടാണ് ജാതി നിർമൂലനം എന്ന ആ ഗ്രന്ഥത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ കൃത്യമായി പറയുന്നത്, ജാതി വ്യവസ്ഥയെ നശിപ്പിക്കണമെങ്കിൽ ജാതിയുടെ പിന്നിൽ പതിയിരിക്കുന്ന ദൈവികമായ പവിത്രമായ അധികാരം, ഡിവൈൻ സാങ്ഷൻ. ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് ദ കാസ്റ്റ്, ദ ഡിവൈൻ സാങ്ഷൻ ബിഹൈൻഡ് ദ കാസ്റ്റ് മസ്റ്റ് ബി ഡിസ്ട്രോയിഡ്. ജാതിയുടെ പിന്നിലുള്ള പവിത്രമായ ഈ ദൈവിക അധികാരത്തെ തന്നെ നശിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജാതിക്ക് ഇങ്ങനെ ദൈവികമായ അധികാരം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് മനുസ്മൃതി സ്ഥാപിച്ചത്. അതുകൊണ്ട് ആ ദൈവിക വിശ്വാസത്തെയും അതിൻ്റെ ആചാരങ്ങളെയും അതിൻ്റെ സാമൂഹ്യശാസ്ത്രപരമായ വിശ്വാസപരമായ ഘടനകളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൽ പരിഷ്കരണം സാധ്യമാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് ബാബാ സാഹേബ് അംബേദ്കർ 1920-കളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും അങ്ങനെ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക്, ആത്മാഭിമാനത്തിനും അന്തസ്സിനും അതേപോലെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഇന്ത്യയിലെ അധസ്ഥിത ജനകോടികളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നായകനായി അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറുടെ സാമൂഹ്യ ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ഇടപെടലുകൾ ആരംഭിക്കുന്നത്. ആ ആരംഭകാലത്ത് തന്നെയാണ് ഒരുപക്ഷെ 1924-ൽ ബഹിഷ്കൃത ഹിതകാരണി സഭ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ അധസ്ഥിതരായ ദലിതരായ ജനകോടികളോട് പ്രബുദ്ധരാകാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ആ പ്രബുദ്ധതയിൽ നിന്ന് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക, ഇന്ത്യൻ സാമൂഹ്യ ഘടനയെക്കുറിച്ച് ബോധവാന്മാരാവുക, ആ ബോധത്തിൽ നിന്ന് നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ ഉയർത്താൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു, അജിറ്റേറ്റ്. അതേപോലെ തന്നെ പോരാട്ടങ്ങളിലൂടെ സമരോത്സുകമായി ഇന്ത്യയിലെ ജനങ്ങൾ സംഘടിക്കണമെന്നും ഒത്തുചേരണമെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ 3 കൽപ്പനകൾ എന്ന രൂപത്തിൽ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്ന ഈ 3 തത്വങ്ങൾ, മുദ്രാവാക്യങ്ങൾ വളരെ പ്രധാനമാണ്. ആ കാലഘട്ടത്തിലാണ് 1927 അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥ അടിസ്ഥാനത്തുള്ള വിവേചനങ്ങൾക്കുമെതിരായ വലിയ നിലയ്ക്കുള്ള പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഈ ജനങ്ങളെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നു, അവർക്ക് ദിശാബോധം കൊടുക്കുന്നു. നഷ്ടപ്പെട്ട അവകാശങ്ങൾ സംഘടിച്ച് പോരാട്ടങ്ങളിലൂടെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് ആ ജനത്തെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം വലിയ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒപ്പം അന്ന് നിലവിലുണ്ടായിരുന്ന പലതരം അനീതികൾ, ദലിതർക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനും അതേപോലെ അവർക്ക് മറ്റു തരത്തിലുള്ള പൗരാവകാശങ്ങളുമൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലമാണ്. അവിടെയാണ് ചൗദാർ കുളത്തിലേക്ക് ഇറങ്ങി അന്ന് പരസ്യമായി പബ്ലിക് ടാങ്കുകളിൽ നിന്ന് ദലിതർക്ക് വെള്ളം കുടിക്കാൻ അവകാശമില്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ചൗദാർ കുളത്തിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹത് എന്ന് പറയുന്ന സ്ഥലത്ത് ചൗദാർ കുളത്തിലിറങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്ന വലിയ സമരങ്ങൾ, ആ സമരങ്ങളുടെയൊക്കെ മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ഹൈന്ദവരാണ് എന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ്. അവരെ വിശ്വസിപ്പിക്കുകയും അങ്ങനെ ഒരു കാലഘട്ടത്തിലെ ഈ ദലിതുകളടക്കമുള്ളവർ ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലം അദ്ദേഹം മഹാരാഷ്ട്രയിലെ കലാരം ക്ഷേത്രത്തിലേക്ക് അണികളുമായി ഒരു പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നു. ക്ഷേത്രത്തിലെ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ ദലിതരുമായി ചെല്ലുകയാണ്. എന്നാൽ ആ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ അണികളുമായി ചെല്ലുമ്പോൾ സവർണ മേധാവികൾ, ജാതി മേധാവികൾ വളരെ നിഷ്ഠൂരമായി അദ്ദേഹത്തെയും അണികളെയും മർദ്ദിക്കുന്നു. അത്തരം മർദ്ദനങ്ങളേറ്റ് വേദനിക്കുന്ന മനുഷ്യരെയാണ് പിന്നീട് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അവരുടെ മതവും നമ്മുടെ മതവും ഒന്നായിരുന്നുവെങ്കിൽ ഇത്തരം ആചാരങ്ങളിൽ എന്തുകൊണ്ട് അവർ നമ്മളെ പങ്കെടുപ്പിക്കുന്നില്ല? അതുകൊണ്ട് കലാരം ക്ഷേത്രത്തിലേക്ക് നിങ്ങളുമായി ഞാൻ പോയത്, അല്ലെ എൻ്റെ അണികളുമായി ഞാൻ കലാരം ക്ഷേത്രത്തിലേക്ക് പോയത് അമ്പലത്തിൽ കയറി മോക്ഷം ലഭിക്കാൻ വേണ്ടിയല്ല. ഏത് തരത്തിലാണ് ഈ സവർണ ഹിന്ദുക്കൾ നമ്മളോട് പെരുമാറുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങളുടെ പുറകെ പോകേണ്ടതില്ല. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ത്യയിലെ ഹൈന്ദവ ദൈവങ്ങളെ, ഇന്ത്യയിലെ ദളിതരെ അടിച്ചമർത്തുന്ന സവർണ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ആരാധിക്കുവോളം
അവരിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടുക സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് മർദ്ദകരുടെ വിശ്വാസങ്ങളെയും മർദ്ദകരുടെ സങ്കല്പങ്ങളെയും തിരസ്കരിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മനുസ്മൃതി കത്തിക്കുന്ന വലിയൊരു വിപ്ലവത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. ഒന്ന്, മനുസ്മൃതി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റാണ്, ഒരു രാഷ്ട്രീയ ഗ്രന്ഥമാണ്. 1920-കൾക്ക് ശേഷം അംബേദ്കർ ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ജനാധിപത്യപരമായ ഒരു പുനർനിർമ്മിതിയാണ്. ഇന്ത്യൻ സമൂഹത്തെ ഡെമോക്രാറ്റൈസ് ചെയ്യാതെ, ജനാധിപത്യവൽക്കരിക്കാതെ ഇന്ത്യൻ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന അധസ്ഥിത വിഭാഗങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിക്കേണ്ടി വരും. ജനാധിപത്യപരമായി രാജ്യത്തെ പുനർനിർമ്മിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഡെമോക്രസിക്കും ജാതിക്കും അഥവാ ജാതിക്കും ജനാധിപത്യത്തിനും ഒത്തുപോവുക സാധ്യമല്ല. കാസ്റ്റ് ആൻഡ് ഡെമോക്രസി ആർ ഇൻകോമ്പാറ്റബിൾ. ഇത് രണ്ടിനും ഒത്തുപോവുക സാധ്യമല്ല. അതുകൊണ്ട് ഈ ജാതി വ്യവസ്ഥയുടെ അധികാര സ്വഭാവത്തെ നിഷേധിക്കുന്ന ഒരു വലിയ വിപ്ലവത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. അതുകൊണ്ടാണ് മനുസ്മൃതിയെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്. ചരിത്രത്തിലും മനുസ്മൃതിയുടെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തിനാണ് മനുസ്മൃതി രചിച്ചത്, ആരാണ് മനുസ്മൃതിയുടെ കർത്താവ്. ഡോക്ടർ അംബേദ്കർ ഇതിന് കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മനുസ്മൃതി എഴുതിയത് സുമതി ഭാർഗവനാണ്. ഏതാണ്ട് BC 185 ശേഷം ആണ് മനുസ്മൃതി രചിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തെ ഡോക്ടർ അംബേദ്കർ അടയാളപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി പറയുന്നത്, പൗരാണിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചരിത്രമില്ല എന്നല്ല. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ BC-യിൽ ചരിത്രമുണ്ട്. പൗരാണിക കാലഘട്ടത്തിൽ നടന്നതൊക്കെയും അഥവാ BC-യിൽ നടന്നതൊക്കെയും ലോകത്ത് ചരിത്രമാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരുപക്ഷെ BC-യിൽ നടന്ന പല കാര്യങ്ങളും പുരാണമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചരിത്രം നഷ്ടപ്പെടുകയും ചരിത്രത്തിൻ്റെ സ്ഥാനത്ത് പുരാണങ്ങൾ നമുക്ക് സ്ഥാനം പിടിക്കുകയും ചെയ്തത്? അദ്ദേഹം പറയുന്നു, ചരിത്രത്തിലെ യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഹിസ്റ്ററിയെ മിത്തോളജിയാക്കി ഇന്ത്യയിലെ ബ്രാഹ്മണർ മാറ്റി എന്നതാണ് അംബേദ്കർ പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യയുടെ പൗരാണിക ഇന്ത്യയുമായി ബന്ധപ്പെടുമ്പോൾ ചരിത്രമില്ല എന്നതല്ല. അംബേദ്കർ പറയുന്നു, പൗരാണിക ഇന്ത്യക്ക് സമ്പന്നമായ രാഷ്ട്രീയ ചരിത്രമുണ്ടായിരുന്നു. അത് നാഗന്മാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തദ്ദേശ ജനത അവരുടെ തനതായ ഒരു ജനാധിപത്യ സംവിധാനം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത നാഗന്മാരുടെ ഭരണവ്യവസ്ഥ, മഗധയുടെ സാമ്രാജ്യം സ്ഥാപനവും മഗധയ്ക്ക് ശേഷം പിന്നീട് വന്ന മൗര്യന്മാരുടെ ഭരണവും, ആ മൗര്യ ഭരണത്തിൽ അശോക ചക്രവർത്തി അടക്കമുള്ളവർ കാഴ്ചവെച്ച ലോകത്ത് ഏറ്റവും മാതൃകാപരമായ ജനാധിപത്യ സംവിധാനവും ഒക്കെ അടങ്ങുന്ന ഒരു പൗരാണിക ചരിത്രം ഇന്ത്യക്ക് പറയുവാനുണ്ട്. ആ ചരിത്രവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് മനുസ്മൃതി വേറൊരർത്ഥത്തിൽ നമുക്ക് പഠനവിധേയമാക്കേണ്ടി വരുന്നത്. എന്താണ്? ആര്യന്മാരുടെ വരവിന് ശേഷം അവർ ഈ ഋഗ്വേദം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഈ അത്തരം ബ്രാഹ്മണിക്കൽ വിശ്വാസ പ്രമാണങ്ങൾ അത് ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുകയും അത് എഴുതിയുണ്ടാക്കുകയും ഇന്ത്യയിലെ തദ്ദേശവാസികൾക്കെതിരായ ആര്യൻ മേധാവിത്വം രാജ്യത്ത് നിലവിൽ വരികയും ചെയ്ത ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ആ ആര്യൻ മേധാവിത്വത്തിനെതിരെ ഇന്ത്യയിൽ അസമത്വം അനുഭവിച്ച ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് നാഗ വംശജരായ ഇന്ത്യൻ ജനത നടത്തിയ വലിയ ജനാധിപത്യ പോരാട്ടമാണ് പൗരാണിക ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമെന്ന് അംബേദ്കർ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ പോരാട്ടത്തെ തുടർന്നാണ് ഒരുപക്ഷെ BC നമുക്കറിയാം ഒരു 4-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴേക്ക്, അല്ലെ BC 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മഗധ സാമ്രാജ്യം, ശിശുനാഗൻ്റെ നേതൃത്വത്തിൽ മഗധ സാമ്രാജ്യം വരുന്നു. അതിനുശേഷം പിന്നീട് ഈ മൗര്യന്മാരുടെ ഒരു ഭരണക്രമം വരുന്നത്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടന്ന, ചാതുർവർണ്ണത്തെ നിഷേധിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ ജനാധിപത്യ വിപ്ലവത്തിനാണ് മഹാനായ ബുദ്ധൻ്റെ ആത്മീയ ഉണർവിൻ്റെ പുറകെ ഈ മൗര്യന്മാരുടെ രാഷ്ട്രീയ പോരാട്ടവും ഉണ്ടാകുന്നത് എന്ന് ഡോക്ടർ അംബേദ്കർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലെ 3-ാം വാല്യം, മലയാളത്തിൽ അത് 6ഉം 7ഉം എന്ന നിലയിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വാല്യങ്ങളിലൊക്കെ ഈ കാര്യം ഡോക്ടർ അംബേദ്കർ വിശദീകരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ബുദ്ധിസം കൊണ്ടുവന്ന, മൗര്യന്മാർ കൊണ്ടുവന്ന ആ ഒരു വലിയ വിപ്ലവത്തിൻ്റെ ഭാഗമായി ജാതി വ്യവസ്ഥ തകർക്കപ്പെടുകയും യാഗങ്ങളും യജ്ഞങ്ങളും അശോകൻ്റെ കാലഘട്ടത്തിൽ നിരോധിക്കുകയും ചെയ്തു. ബ്രാഹ്മണർക്ക് ഒരു പുരോഹിതവർഗം എന്ന നിലയ്ക്ക് മറ്റുള്ളവരുടെ മേൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് മൗര്യന്മാരുടെ ജനാധിപത്യ സമ്പ്രദായം വരുന്നത്. അതിനു മുമ്പ് വരെയുള്ള ഇന്ത്യൻ സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് ഒരു ഗ്രേഡഡ് ഇനീക്വാലിറ്റിയാണ്. കേവലം അസമത്വമല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, തരംതിരിക്കപ്പെട്ട അസമത്വമാണ്. മുകളിലേക്ക് പോകുന്തോറും ആദരവും
താഴേക്ക് വരുംതോറും അനാദരവും കൽപ്പിക്കുന്ന ഒരു സാമൂഹ്യ ഘടന, ആകാശത്തെ തൊട്ടു നിൽക്കുന്ന, മുകളിൽ ആരുമില്ലാത്ത വിധം മുകളിൽ നിൽക്കുന്ന ബ്രാഹ്മണനും, ഏറ്റവും താഴ്ത്തട്ടിൽ ഭൂമിയെ തൊട്ടു നിൽക്കുന്ന ഈ രാജ്യത്തെ അധസ്ഥിതരും, ഇവർക്കിടയിൽ ആയിരക്കണക്കിന് ജാതികളും, ഇങ്ങനെയുള്ള ഒരു മേലുകീഴ് സംവിധാനമാണ് തരംതിരിക്കപ്പെട്ട അസമത്വം, ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്തെ മറ്റേതെങ്കിലും സമൂഹങ്ങളിൽ നിലവിലിരുന്ന ഏതെങ്കിലും സാമൂഹ്യ ക്രമങ്ങളോട് താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, കാർൽ മാർക്സ് പറയുന്ന മാർക്സിസം, ആ മാർക്സിസം വർഗസമരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ളവരും ഇല്ലാത്തവനും തമ്മിലുള്ള സമരം, ഇല്ലാത്തവരെല്ലാം ഒരുപോലെയാണ്, ഇല്ലാത്ത തൊഴിലാളി വർഗത്തിന് ഒരു പൊതുബോധം സാധ്യമാണ്. ആ പൊതുബോധത്തിൻ്റെ പേരാണ് വർഗബോധം എന്ന് പറയുന്നത്. അപ്പോൾ വർഗബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനീതി അനുഭവിക്കുന്ന, ചൂഷണം അനുഭവിക്കുന്ന തൊഴിലാളി വർഗം ഒത്തുചേരാനുള്ള സാധ്യതകളുടെ വഴികൾ യൂറോപ്പിലെ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് തുറന്നു കിടപ്പുണ്ട്. എന്നാൽ അംബേദ്കർ ചോദിക്കുന്നു, ഇന്ത്യൻ സാമൂഹ്യ ഘടനയ്ക്കകത്ത് അങ്ങനെ ഒരു പൊതുബോധത്തിലേക്ക് വരാൻ, ഐക്യപ്പെടാനുള്ള സാധ്യതയുടെ ഏതെങ്കിലും വഴികൾ തുറന്നു കിടപ്പുണ്ടോ? അത് അടച്ചുകൊണ്ടാണ് ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം മുകളിലേക്ക് പോകുന്തോറും ആദരവ് കിട്ടുന്നതുകൊണ്ട് ഇന്ത്യയുടെ സാമൂഹ്യ ഘടനയ്ക്കകത്ത് ഓരോ ജാതിയും ആഗ്രഹിക്കുന്നത് അവൻ്റെ മുകളിലുള്ള ജാതിയിലേക്ക് പ്രവേശിക്കാനാണ്. അതുകൊണ്ട് ഒരിക്കലും ജാതികൾക്ക് അപ്പുറത്ത് ഒരു പൊതുസമൂഹം എന്ന നിലയ്ക്ക് ഐക്യപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് അംബേദ്കർ ഇങ്ങനെ അത് വിശദീകരിക്കുന്നുണ്ട്. വർക്കേഴ്സ് ഓഫ് ഓൾ കൺട്രി യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലൂസ് എക്സെപ്റ്റ് യുവർ ചെയിൻസ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങലകൾ മാത്രം. ഈ മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ആകർഷിക്കാതിരുന്നത് എന്നും കൂടി അംബേദ്കർ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇവിടെ കൈകളിലേക്ക് പോകുമ്പോൾ ആ ചങ്ങലകൾ സമാനമല്ല. ഇവിടെ ഏറ്റവും ദളിതന്റെ കയ്യിലുള്ള ചങ്ങല അത് പൊട്ടിച്ചെറിയാൻ അവൻ ആഗ്രഹിക്കുന്നു, അത് കാരിരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണ്. എന്നാൽ ദളിതർക്ക് മുകളിലേക്കുള്ള ഓരോ സാമൂഹ്യ വിഭാഗവും കുറച്ചുകൂടെ മൂല്യമുള്ള ചങ്ങലകളാണ്. സ്വർണം കൊണ്ടുള്ള ചങ്ങല, വെള്ളി കൊണ്ടുള്ള ചങ്ങല. അതുകൊണ്ട് ചങ്ങലകൾ പോലും സമാനമല്ല, വ്യത്യസ്തമായ പ്രിവിലേജുകളിലാണ് ഓരോ ജാതിയും നിൽക്കുന്നത്. അതുകൊണ്ട് താഴെയുള്ള ജാതിയോട് കൈകോർത്താൽ അവർക്കൊപ്പം വീണുപോകുമോ എന്ന് പറയുന്ന മനഃശാസ്ത്രപര ഭയത്തിലാണ് ഇന്ത്യയിൽ ഓരോ ജാതിയും നിൽക്കുന്നത്. അതുകൊണ്ട് ജാതികൾക്കപ്പുറത്ത് ഒരു ഒരുമയുടെ വികാരത്തിലേക്ക് വരിക അസാധ്യമാണ്. പൊതുവികാരം ഇന്ത്യയിൽ അസാധ്യമാണ്. ഇന്ത്യക്കകത്ത് ഒരു ബോധമേ ഉള്ളൂ, അത് ജാതിബോധമാണ്. എല്ലാം സ്നേഹവും സാഹോദര്യവും സഹാനുഭൂതിയുമെല്ലാം അവരവരുടെ ജാതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ജാതിക്ക് അതീതമായ ഒരു വിപ്ലവം ഇന്ത്യയിൽ അസാധ്യമാണ്. ഈ രീതിയിലുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥയെ ആണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഈ പൗരാണിക ഇന്ത്യയിൽ ബുദ്ധമതം മുന്നോട്ട് വെച്ച ആ ഒരു വലിയ ജനാധിപത്യ വിപ്ലവത്തെ, ആ വിപ്ലവത്തെ പ്രതിരോധിക്കാൻ ബ്രാഹ്മണർ നടത്തിയ പ്രതിവിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുസ്മൃതി രചിക്കപ്പെടുന്നത്. കാരണം ഇനിയും ഒരു വിപ്ലവം ഇന്ത്യയിൽ സാധ്യമാകരുത്, ഇനിയൊരു വിപ്ലവം ബ്രാഹ്മണിസത്തിനും ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംഭവിക്കരുത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഈ ബുദ്ധമതത്തിനെതിരെ കലാപം നടത്തിയ, പ്രത്യേകിച്ച് അംബേദ്കർ പറയുന്നു, ബൗദ്ധ ജനാധിപത്യ ക്രമത്തിലെ അല്ലെ മൗര്യ ഭരണക്രമത്തിലെ അവസാനത്തെ ചക്രവർത്തിയുടെ പേര് ബൃഹദ്രഥൻ എന്നാണ്. ആ ബൃഹദ്രഥൻ എന്ന ഈ ജനാധിപത്യ ഭരണാധികാരിയെ കൊലപ്പെടുത്തിയത് പുഷ്യമിത്ര സിംഹൻ എന്ന ബ്രാഹ്മണനാണ്. അയാൾ ഒരു പ്രത്യേക സാമവേദി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. സാമവേദ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഈ മൃഗബലിയും അതുപോലെ മറ്റു തരത്തിലുള്ള മനുഷ്യബലിയും അത്തരം ക്രൂരമായ ആചാരങ്ങൾ നിലനിർത്തിയ ഒരു വിഭാഗമാണ് സാമവേദി ബ്രാഹ്മണർ. ആ സാമവേദിക്കാരനായ ഈ പറയുന്ന പുഷ്യമിത്ര സിംഹനാണ് വാളെടുത്ത് ബൃഹദ്രഥൻ എന്ന ഈ ജനാധിപത്യ ഭരണാധികാരിയുടെ തലവെട്ടിക്കൊണ്ട് അങ്ങനെ ഇന്ത്യയിലെ ഈ ബുദ്ധിസ്റ്റ് ജനാധിപത്യ ഭരണക്രമമായ മൗര്യ ഭരണത്തിന് അവൻ അവസാനിപ്പിക്കുകയും അതിൻ്റെ പുറകെ വീണ്ടും ഒരിക്കൽ അത്തരമൊരു റവല്യൂഷൻ, ഒരു ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന് അവർ രൂപം കൊടുക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് മനുസ്മൃതി രചിക്കുന്നത്. മനുസ്മൃതി മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിംസയുടെ അതിനെ ന്യായീകരിക്കുകയും ആ ഹിംസ നിലനിർത്താൻ ആവശ്യമായ അധികാരം ബ്രാഹ്മണ പൗരോഹിത്യത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ ലീഗൽ ടെക്സ്റ്റാണ് മനുസ്മൃതി. ആ മനുസ്മൃതി തന്നെയാണ് ഇന്ത്യയിലെ സ്ത്രീകളെയും വളരെയധികം പുറകോട്ടടിക്കുന്നത്. മനുസ്മൃതി പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. സ്ത്രീകൾക്ക് യാതൊരു വിധമായ സ്വാതന്ത്ര്യവും പാടില്ല എന്നാണ്. കാരണം വർണ്ണവ്യവസ്ഥയ്ക്കകത്തെ രക്തമിശ്രണമാണ് വർണ്ണത്തെ തകർക്കുന്നത് എന്നതുകൊണ്ട് ആ വർണ്ണം തകർക്കാൻ ഇടയാക്കുന്ന ഏജന്റ് സ്ത്രീകളാണ്. ഉയർന്ന ജാതിയിലെ സ്ത്രീകൾ താഴെയുള്ള ജാതിയിലേക്ക് ഒരു പക്ഷേ കരണം മറിഞ്ഞാൽ രക്തശുദ്ധി തകരും എന്നതുകൊണ്ട്
സ്ത്രീയെ നിയന്ത്രിക്കുക എന്നതാകണം ഈ ജാതി വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ഉപാധി എന്നതുകൊണ്ട് എല്ലാ കാലത്തും സ്ത്രീകളെ താഴെ നിർത്തിയൊരു വ്യവസ്ഥയാണ് ഹൈന്ദവ സാമൂഹ്യ ക്രമം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദളിതർക്ക് യാതൊരു വിധമായ സമ്പത്ത്, അവൻ ആഭരണം ധരിക്കാൻ പറ്റില്ല, കാരിരുമ്പ് കൊണ്ടുള്ള ആഭരണം ധരിക്കണമെന്നാണ് പറഞ്ഞത്. വസ്ത്രം ധരിക്കാൻ പറ്റുകയില്ല. ശവപ്പറമ്പുകളിൽ ചെന്ന് ശവങ്ങളിൽ നിന്നും ഊരിയെടുക്കുന്ന വസ്ത്രങ്ങൾ മാത്രം ധരിക്കണമെന്നാണ് പറഞ്ഞത്. നിശാസഞ്ചാരമേ സാധിക്കുകയുള്ളൂ. മനുസ്മൃതി അനുസരിച്ച് പകൽ സമയത്ത് ഈ ദളിതർ വഴി നടക്കാൻ പാടില്ല. അവർ രാത്രി കാലത്ത് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അത്ര ക്രൂരമായ എല്ലാവിധമായ അവകാശങ്ങളും അധികാരങ്ങളും അന്തസ്സും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് നിഷേധിക്കുകയും ആ നിഷേധത്തിന് എല്ലാവിധമായ അധികാരവും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഈ മനുസ്മൃതി അത് നിർമ്മിക്കപ്പെടേണ്ടി വന്നത് ഒന്ന് അവബോധം, വിദ്യാഭ്യാസം ചെയ്യാനും ചിന്തിക്കാനുമുള്ള അവസരങ്ങൾ തുറന്നു കിടക്കുന്ന ഒരു ലോകത്താണ് മനുഷ്യൻ സംഘടിതമായ വിപ്ലവത്തിൽ ഏർപ്പെടുന്നത്. രണ്ടാമത് ആയുധമെടുക്കാനുള്ള, ബലം പ്രയോഗിക്കാനും ആയുധമെടുക്കാനുമുള്ള സമര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് വ്യവസ്ഥകൾക്കെതിരെയുള്ള കലാപങ്ങളും വലിയ വിപ്ലവങ്ങളും അരങ്ങേറുന്നത്. ഇതിൻ്റെ സാധ്യതകളെ തന്നെ അടയ്ക്കണമെങ്കിൽ മനുഷ്യനെ അത്തരം എല്ലാവിധമായ പൗരാവകാശങ്ങളും റദ്ദ് ചെയ്ത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. ആ മാറ്റി നിർത്തിയ സംവിധാനത്തിൻ്റെ പേരാണ് അയിത്തം എന്ന് പറയുന്നത്. ഡോക്ടർ അംബേദ്കർ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ വാല്യം 7ാമത്തെ, ഇംഗ്ലീഷിലെ 7ാം വാല്യം, മലയാളത്തിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ 14ാം വാല്യത്തിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന, അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സമ്പ്രദായം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. തൊട്ടുകൂടായ്മ മറ്റൊന്നുമല്ല, വിപ്ലവകാരികളായ ബ്രാഹ്മണ മേൽക്കോയ്മയെ വെല്ലുവിളിച്ച, അതിനെതിരെ പോരാട്ടമുയർത്തിയ വിപ്ലവകാരികളായ ഒരു ജനതയെ അവരെ പണിഷ് ചെയ്ത ഒരു ജയിലിൻ്റെ പേരാണ് അയിത്തം എന്ന് പറയുന്നത്. സോ അൺടച്ചബിലിറ്റി ഈസ് എ സോഷ്യൽ ജയിൽ. വിപ്ലവകാരികളായ ഒരു സമൂഹത്തെ പോരാട്ടത്തിന് അസാധ്യമാക്കുന്ന രീതിയിലേക്ക് അവൻ്റെ സമസ്ത അധികാരങ്ങളും വിലക്കി അവനെ പിടിച്ചൊരു സോഷ്യൽ ജയിലിനകത്ത് നൂറ്റാണ്ടുകളോളം തളച്ച സംവിധാനത്തിൻ്റെ പേരാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ കൃത്യമായി പറയുന്നത്, അൺടച്ചബിലിറ്റി കേവലം ഒരു സമ്പർക്കത്തിൻ്റെ, ശാരീരിക സ്പർശത്തിൻ്റെയും ഒന്നും പ്രശ്നമല്ല, അതിനേക്കാൾ അധികം രാഷ്ട്രീയമാനമുള്ള, സാമ്പത്തികമാനമുള്ള ഒരു ക്രമമാണ് അയിത്തം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അൺടച്ചബിലിറ്റി ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ കാസ്റ്റ് സിസ്റ്റം. അയിത്തത്തിൻ്റെ വേര് ജാതി വ്യവസ്ഥയിലാണ്. കാസ്റ്റ് ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ വർണ്ണ സിസ്റ്റം. ജാതിയുടെ വേര് വർണ്ണത്തിലാണ്. വർണ്ണ ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ ഹിന്ദു റിലീജിയൻ. വർണ്ണത്തിൻ്റെ വേര് ഹിന്ദു മതത്തിലാണ്. ആൻഡ് ഹിന്ദുയിസം ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ ബ്രാഹ്മണിസം. ഹിന്ദുമതത്തിൻ്റെ വേര് ബ്രാഹ്മണിസത്തിലാണ്. ബ്രാഹ്മണിസം ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ പൊളിറ്റിക്കൽ പവർ. ബ്രാഹ്മണിസത്തിൻ്റെ വേര് രാഷ്ട്രീയ അധികാരത്തിലാണ്. അതുകൊണ്ട് ഈ ജാതി എന്ന് പറയുന്നത്, വർണ്ണം എന്ന് പറയുന്നത് ഇതൊരു അധികാരക്രമമാണ്. ഈ അധികാരക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവമാണ് ഇന്ത്യയിൽ അംബേദ്കർ വിഭാവന ചെയ്യുന്നത്. ആ വിപ്ലവമാണ് പൗരാണിക ഇന്ത്യയിൽ ബുദ്ധമതം നിർവഹിച്ചത്, ഈ പറയുന്ന മൗര്യന്മാർ നിർവഹിച്ചത്. അതുകൊണ്ടാണ് ആ വിപ്ലവത്തെ തടയാൻ പൗരാണിക ഇന്ത്യയിലെ പ്രതിവിപ്ലവമെന്നാണ് ബ്രാഹ്മണർ നടത്തിയ ഈ ജനാധിപത്യ വിരുദ്ധ പോരാട്ടത്തെ ബാബാ സാഹേബ് അംബേദ്കർ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പൗരാണിക ഇന്ത്യയിൽ ബൃഹദ്രഥൻ, ഈ പറയുന്ന പുഷ്യപുത്ര സിംഹൻ ബൃഹദ്രഥനെ കൊന്നത് ഒരു വിപ്ലവമായിരുന്നു. ആ വിപ്ലവത്തിന് ശേഷമാണ് ബുദ്ധമതത്തെ ആശയപരമായി മറികടക്കാൻ പശുക്കളെ ഈ യാഗങ്ങൾ നടത്തിയ അശ്വമേധയാഗം പോലുള്ള വലിയ യാഗങ്ങളിൽ ആയിരക്കണക്കിന് പശുക്കളെ കൊന്നൊടുക്കി യാഗം നടത്തിയ യജ്ഞകർത്താക്കളായ യാഗത്തിന് നേതൃത്വം കൊടുത്ത ബ്രാഹ്മണ പുരോഹിതന്മാർ പശുമാംസം കഴിക്കുകയും സോമരസം, മദ്യം കുടിക്കുകയൊക്കെ ചെയ്ത ആ പ്രാചീന കാലത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന ഒരു സംസ്കാരത്തിന് നേരെയാണ് ബുദ്ധമതത്തെ മറികടക്കാൻ പൂർണ്ണമായ വെജിറ്റേറിയനിസം ബ്രാഹ്മണർ കൊണ്ടുവന്നതെന്ന് കൂടി അംബേദ്കർ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് വിപ്ലവത്തെ തടയാൻ ഏർപ്പെടുത്തിയ ഒരു ഭരണകൂടത്തിൻ്റെ തീവ്രവാദ വേട്ടയുടെ പേരാണ്. വിപ്ലവകാരികളെ കൈകാര്യം ചെയ്ത് ഭരണകൂട ഹിംസയുടെ പേരാണ് തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനുസ്മൃതിക്ക് പുറകെയാണ് ഇന്ത്യയിൽ അയിത്തം കൊണ്ടുവന്നത്. അതുകൊണ്ട് ചരിത്രപരമായി ഈ മനുസ്മൃതിയെ വളരെ കൃത്യമായി പഠനവിധേയമാക്കുകയും അത് മുന്നോട്ട് വച്ചിരിക്കുന്ന ബ്രാഹ്മണിക്കൽ നീതിശാസ്ത്രങ്ങളെയും അധികാരഘടനയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിലൊരു ആധുനിക സാമൂഹ്യ ഘടന നിർമ്മിക്കാനും സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ
ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്ന് പറയുന്ന വലിയ ജനാധിപത്യവൽക്കരണത്തിന് മുന്നോടിയായി നടക്കേണ്ട മുൻ ഉപാധി എന്ന് പറയുന്നത് ഈ പറയുന്ന മനുസ്മൃതിയെ നിരാകരിക്കലാകണം. ഈ മനുസ്മൃതിയുടെ നീതിശാസ്ത്രങ്ങളെ നിഷേധിച്ചുകൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു സാമൂഹ്യ വിപ്ലവവും ആ വിപ്ലവത്തിൻ്റെ പുറകെ നടക്കേണ്ട ഒരു രാഷ്ട്രീയ വിപ്ലവമായിരിക്കും ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്ന കൃത്യമായ ബോധ്യത്തിൽ നിന്നുമാണ് 1927 ഈ ഡിസംബർ മാസം 25-ാം തീയതി ബാബാ സാഹേബ് അംബേദ്കർ ഈ മനുസ്മൃതി തന്നെ പരസ്യമായി ചുട്ടുകരിക്കുന്നത്. ഇന്ന് ആ മനുസ്മൃതി ചുട്ടുകരിച്ച ബാബാ സാഹേബ് അംബേദ്കറെയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തിലെ ഇടപെടലുകളെയും അങ്ങേയറ്റം ഭയപ്പെടുന്ന സംഘപരിവാറാണ് അംബേദ്കറുടെ അത്തരം ഒരു സ്വാധീനത്തെ, പ്രഭാവത്തെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാനും ബാബാ സാഹേബ് അംബേദ്കറോട് ഇന്നൊരു പക്ഷേ ഇന്ത്യൻ ജനത രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി ഇന്ത്യൻ സമൂഹം കൂടുതലായി അംബേദ്കറെ വായിക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിലാണ് അവർ വലിയ അസ്വസ്ഥരായി ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കാനും ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തെ മായ്ച്ചു കളയാനും ഇന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വലിയ നിലയ്ക്ക് വെല്ലുവിളികൾ നേരിടുകയും നമ്മുടെ ഭരണഘടന തന്നെ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല ഇന്ത്യയിൽ, പൗരാണിക ഇന്ത്യയിൽ എങ്ങനെയാണോ ഈ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ആ മൗര്യ മുന്നേറ്റം ഒരു കാലത്തുണ്ടായത്, അതുപോലെ തന്നെ ആധുനിക ഇന്ത്യയിൽ ഡെമോക്രസിക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് വീണ്ടും പ്രസക്തി കൈവരികയാണ്. ആ പ്രസക്തിയിലേക്കാണ് ഈ ദിവസം, ഡോക്ടർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ഈ ദിവസം പ്രസക്തമാകുന്നത്. ലോകമെമ്പാടും ക്രിസ്തുവിനെ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലോകത്ത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ നൊമ്പരങ്ങളുടെ പ്രതീകമെന്നോണമാണ് വിമോചന ശാസ്ത്രം ക്രിസ്തുവിനെ വായിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് എ സിംബൽ ഓഫ് സബറേറ്റീവ് ഹ്യൂമാനിറ്റി. ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ, നൊമ്പരപ്പെടുന്ന മനുഷ്യരുടെ പ്രതീകമെന്ന നിലയിൽ ക്രിസ്തുവിനെ വായിക്കുന്ന വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വായനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അംബേദ്കറെക്കുറിച്ച് ആലോചിക്കാം. ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അവർക്ക് ആവേശമായി, അവർക്ക് പ്രതീക്ഷയായി, പ്രത്യാശയായി, അവരുടെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമായി അംബേദ്കറിസം മാറുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ വർണ്ണവ്യവസ്ഥയുടെ അൾത്താരയിൽ ഇന്ത്യയിലെ ജാതി പ്രഭുത്വം, ബ്രാഹ്മണ മേൽക്കോയ്മ കുഴിച്ചുമൂടിയ അംബേദ്കർ ആധുനിക ഇന്ത്യയിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള, മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ യുദ്ധമുഖത്ത് ഡോക്ടർ അംബേദ്കറുടെ പുനർജനനമാണ്. ക്രിസ്തുവിൻ്റെ പുനർജന്മത്തെ വിശ്വാസപരമായി പറയുന്നത് പോലെ ഇന്ത്യൻ ഡെമോക്രസിയിൽ, ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ അംബേദ്കർ എന്ന ആ മനുഷ്യൻ, അംബേദ്കർ എന്ന നേതാവ്, അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പി, ചിന്തകൻ പുനർജനിക്കുകയാണ്. ആ അംബേദ്കറുടെ ഒരു പുനർജന്മത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അത് ഒരു ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യപരമായ പോരാട്ടത്തിന് വെളിച്ചം കൊടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടം ഉയർത്തുന്ന ഒരു കാലഘട്ടമാണ് അംബേദ്കറുടെ ഈ ദിവസം, മനുസ്മൃതി കത്തിച്ച ഈ ദിവസം കൂടുതൽ പ്രസക്തമാകുന്നത് ഇക്കാരണങ്ങളാലാണ്.